എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നാലും ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചാൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടുവാൻ സാധിക്കും. പാണ്ഡവാദികൾക്ക് ഭഗവാന്റെ ഒരു കരുണ എപ്പോഴും ഉണ്ടായിരുന്നു എന്നതിന് ഉതകുന്ന ഒരു ശ്ലോകം. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവ. ഭീഷ്മരും ദ്രോണരുമാകുന്ന ഉന്നതമായ കരകൾ, ജയദ്രഥനാകുന്ന ജലം, ശകുനിയാകുന്ന കരിമ്പാറ, ശല്യരാകുന്ന മുതല, കൃപനാകുന്ന ഒഴുക്ക്, കർണനാകുന്ന വേലിയേറ്റം, അശ്വത്ഥാമാവും വികർണനുമാകുന്ന മകര മത്സ്യങ്ങൾ, ദുര്യോധനാകുന്ന ചുഴി, ഇപ്രകാരമുള്ള ഭാരതയുദ്ധമാകുന്ന ഘോരനദിയെ പാണ്ഡവന്മാർ നിഷ്പ്രയാസം തരണം ചെയ്തു, മറികടന്നു എന്നർത്ഥം. എങ്ങനെയാണ് പാണ്ഡവന്മാർക്ക് ഇതൊക്കെ മറികടക്കുവാൻ വേണ്ടി സാധിച്ചതോ തരണം ചെയ്യുവാൻ വേണ്ടി സാധിച്ചത് എന്ന് ചോദിച്ചാൽ അവിടെ ആ ശ്രീകൃഷ്ണനാകുന്ന ഭഗവാൻ കടത്തുകാരനായിട്ട് വന്നപ്പോൾ. അതുകൊണ്ട് നമുക്കും ഭഗവാനെ എന്നും സ്മരിക്കാം. ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരാം, അതിൽ നിന്നൊക്കെ രക്ഷ നേടണേ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.